Hi everyone, welcome to English with Jo YouTube channel. 10 very important usages in spoken English. സ്പോക്കൺ ഇംഗ്ലീഷിൽ നിത്യജീവിതത്തിൽ കൂടുതലായും ഉപയോഗിക്കുന്ന 10 യൂസേജസ് ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്പർ 1 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ഐ ഹാവ്. എനിക്ക് ഒരു കാര്യം ഉണ്ട് എന്ന് പറയേണ്ടി വരുമ്പോൾ ഐ ഹാവ് ഉപയോഗിച്ച് ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 2 PM. എനിക്ക് 2 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 2 PM. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. ഐ ഹാവ് എ ഡൗട്ട്. ഐ ഹാവ് എ കോൾഡ് ടുഡേ. എനിക്ക് ഇന്ന് ജലദോഷമുണ്ട്. ഐ ഹാവ് എ കോൾഡ് ടുഡേ. നമ്പർ 2 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ഐ ആം. ഞാൻ ആണ് എന്ന് പറയേണ്ടി വരുമ്പോൾ ഐ ആം ഉപയോഗിച്ച് പറയാം. ഐ ആം ടയേർഡ്. ഞാൻ ക്ഷീണിതനാണ്. ഐ ആം റെഡി ടു ഗോ. ഞാൻ പോകാൻ തയ്യാറാണ്. ഐ ആം എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപികയാണ്. ഐ ആം ഹംഗ്രി. എനിക്ക് വിശപ്പാണ്. നമ്പർ 3 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ഐ വാസ്. ഞാൻ ആയിരുന്നു എന്ന് പറയാനാണ് ഐ വാസ് ഉപയോഗിക്കുന്നത്. ഐ വാസ് ടയേർഡ്. ഞാൻ ക്ഷീണിതനായിരുന്നു. ഐ വാസ് എ ടീച്ചർ. ഞാൻ ഒരു അധ്യാപികയായിരുന്നു. ഐ വാസ് ഹംഗ്രി. എനിക്ക് വിശപ്പായിരുന്നു. ഐ വാസ് സാഡ്. ഞാൻ ദുഃഖിതയായിരുന്നു. നമ്പർ 4 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ഐ വിൽ. ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് വിൽ ഉപയോഗിച്ച് പറയുന്നത്. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ ബ്രിങ് ഇറ്റ് ദിസ് ഈവനിങ്. ഇന്ന് വൈകുന്നേരം ഞാനിത് കൊണ്ടുവരാം. ഐ വിൽ ബ്രിങ് ഇറ്റ് ദിസ് ഈവനിങ്. ഇറ്റ് വിൽ ഹാപ്പൺ സൂൺ. ഇത് പെട്ടെന്ന് നടക്കും. ഇറ്റ് വിൽ ഹാപ്പൺ സൂൺ. ഐ വിൽ സെൻഡ് യു ആൻ ഇമെയിൽ സൂൺ. ഞാൻ ഉടൻ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കും. ഐ വിൽ സെൻഡ് യു ആൻ ഇമെയിൽ സൂൺ. നമ്പർ 5 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ഡു യു. ഡു യു ലൈക്ക് കോഫി? നിനക്ക് കോഫി ഇഷ്ടമാണോ? ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് റീഡിംഗ് ബുക്സ്? നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് റീഡിംഗ് ബുക്സ്? ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് ഹെൽപ്പ്? ഡു യു ഹാവ് എ ബ്രദർ? നിങ്ങൾക്കൊരു സഹോദരനുണ്ടോ? ഡു യു ഹാവ് എ ബ്രദർ? ഇങ്ങനെ ഡു യു ലൈക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാനായി ഉപയോഗിക്കാം. ഡു യു ഹാവ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാനായി ഉപയോഗിക്കാം. ഡു യു ഹാവ് എ ജോബ്? നിങ്ങൾക്കൊരു ജോലിയുണ്ടോ? ഡു യു ഹാവ് എ ജോബ്? നമ്പർ 6 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ക്യാൻ യു. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഉപയോഗിക്കാം. ക്യാൻ യു സ്പീക്ക് ഹിന്ദി? നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് ഹിന്ദി? ക്യാൻ യു കം വിത്ത് മീ? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമോ? ക്യാൻ യു കം വിത്ത് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എഗെയിൻ? നിങ്ങൾക്ക് അത് വീണ്ടും ആവർത്തിക്കാൻ കഴിയുമോ? ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ് എഗെയിൻ? നമ്പർ 7 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ദർ. ഈസ് ദർ എനി റെസ്റ്റോറൻറ്റ് നിയർ ബൈ? അവിടെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ? ഈസ് ദർ എനി റെസ്റ്റോറൻറ്റ് നിയർ ബൈ? ഈസ് ദർ എനി പ്രോബ്ലം? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസ് ദർ എനി പ്രോബ്ലം? ഈസ് ദർ എ മീറ്റിംഗ് ടുഡേ? അവിടെ ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? ഈസ് ദർ എ മീറ്റിംഗ് ടുഡേ? ഈസ് ദർ എനിവൺ അറ്റ് ഹോം? ആരെങ്കിലും വീട്ടിലുണ്ടോ? ഈസ് ദർ എനിവൺ അറ്റ് ഹോം? ഇങ്ങനെ അവിടെ ഉണ്ടോ എന്ന അർത്ഥം കിട്ടാനായി ഈസ് ദർ എന്ന് ഉപയോഗിക്കാം. നമ്പർ 8 ഇൻ യുവർ ലിസ്റ്റ് ഈസ് ക്യാൻ ഐ. ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്ക് നിങ്ങളെ സഹായിക്കാമോ? ക്യാൻ ഐ ഹെൽപ്പ് യു? ക്യാൻ ഐ ഗെറ്റ് എ റീഫണ്ട്?
എനിക്ക് റീഫണ്ട് കിട്ടുമോ? Can I get a refund? Can I join the team? എനിക്ക് ആ ടീമിൽ ചേരാൻ കഴിയുമോ? Can I ask you one doubt? എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കാമോ? Can I ask you one doubt? The number 9 in our list is would you? Would you help me? നീ എന്നെ സഹായിക്കുമോ? Would you help me? Would you wait for me? നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? Would you wait for me? Would you come with us? നീ ഞങ്ങളുടെ കൂടെ വരുമോ? Would you come with us? നീ ഞങ്ങളുടെ കൂടെ വരുമോ? Would you like coffee or tea? നിങ്ങൾക്ക് കോഫിയാണോ അതോ ടീ ആണോ ഇഷ്ടം? Would you like coffee or tea? The last and final one is let's. Let us എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് let's. Let's do it. നമുക്കിത് ചെയ്യാം. Let's do it. Let's go there. നമുക്കവിടെ പോകാം. Let's go there. ഇങ്ങനെ ഒരു പെർമിഷൻ അല്ലാതെ നമുക്ക് ചെയ്യാം, നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ let's ഉപയോഗിച്ച് പറയാം. Let's take a break. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. Let's take a break. Let's start the meeting. നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. Let's start the meeting. So that's it with the lesson today. ഈ ഒരു വീഡിയോ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഗ്രാമർ തെറ്റുമോ എന്നുള്ള ഭയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.